ഇന്ന് നിലമ്പൂർ തെരഞ്ഞെടുപ്പിന്റെ ചർച്ചകളെ നിർണയിച്ചത് രാഹുൽ മാങ്കൂട്ടത്തിൽ PV അൻവർ കൂടിക്കാഴ്ചയാണ്. ഇന്നലെ അർദ്ധരാത്രിയിൽ ആരും അറിയാതെ 1.5 മണിക്കൂറോളം അൻവറിനോട് രാഹുൽ പറഞ്ഞത് എന്ത് എന്നായിരുന്നു പ്രധാന ചർച്ചാ വിഷയം. വിവാദം UDF-നാകെ നാണക്കേടായതോടെ രാഹുലിനെ തള്ളിപ്പറഞ്ഞ് പ്രതിപക്ഷ നേതാവ് രംഗത്തെത്തി. രാഹുലും തെറ്റ് ഏറ്റുപറഞ്ഞു. കാലുപിടിക്കാൻ പോയതെന്ന പരിഹാസവുമായി DYFIയും രംഗത്തെത്തി. എന്നാൽ ചർച്ചയിൽ തെറ്റില്ലെന്ന നിലപാടിലായിരുന്നു K മുരളീധരൻ അടക്കമുള്ള ചില നേതാക്കൾ. പാലക്കാട് തെരഞ്ഞെടുപ്പിലും രാഹുൽ വന്നു കണ്ടെന്ന വെളിപ്പെടുത്തൽ നടത്തി PV അൻവർ. തെരഞ്ഞെടുപ്പിലാകെ ചർച്ചയാകുന്ന ഇനിയും ഉത്തരം കിട്ടാത്ത പല ചോദ്യങ്ങളും ഉണ്ട് ഈ വിഷയത്തിൽ. ബിനിൽ ലീല സാബു ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. ബിനിൽ, പകൽ വെല്ലുവിളിയും രാത്രി കാലുപിടുത്തവുമെന്നാണ് രാഹുലിനെതിരായ ആരോപണം. പാർട്ടി ഒന്നാകെ തള്ളിപ്പറഞ്ഞപ്പോൾ തെറ്റ് ഏറ്റുപറയേണ്ടി വന്നു പാലക്കാട് MLAക്ക്. UDF-ന് വലിയ ക്ഷീണമുണ്ടാക്കിയോ കൂടിക്കാഴ്ച? രുചിഷ്, തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. പ്രത്യേകിച്ച് ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനം മുതലുള്ള കാര്യങ്ങൾ ഓർത്തെടുത്താൽ അതിൽ ആര്യൻ ഷൗക്കത്തിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുന്നത് മുതൽ അൻവറിനോട് യാതൊരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും വേണ്ട എന്ന നിലപാടാണ് ഒറ്റക്കെട്ടായി കോൺഗ്രസ് സ്വീകരിച്ചത്. തുടക്കം മുതൽ നമുക്കറിയാം, ഒരു വെല്ലുവിളി അല്ലെങ്കിൽ ഒരു പ്രതിസന്ധി ഘട്ടത്തിലേക്ക് പാർട്ടി തള്ളിവിടുന്ന തോന്നൽ അല്ലെങ്കിൽ സമൂഹ മാധ്യമങ്ങളടക്കം കോൺഗ്രസ് പ്രവർത്തകർ അങ്ങനെ ഒരു ആശങ്ക പങ്കുവച്ചിരുന്നു. പ്രത്യേകിച്ച് ഒരു ഉപതെരഞ്ഞെടുപ്പ് അവിടെ വരികയാണ്. അപ്പോൾ VS ജോയിയെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് ആദ്യം തന്നെ പറയുകയാണ്, അല്ലെങ്കിൽ ജയിക്കാൻ സാധ്യതയുള്ളത് VS ജോയിയാണെന്ന് PV എന്ന് പറയുകയാണ്. അത് വലിയ വിവാദമുണ്ടാക്കുകയും അല്ലെങ്കിൽ അത്തരം ചർച്ചകൾ കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ വരികയും ചെയ്തു. അത് കോൺഗ്രസ് ആണ് തീരുമാനിക്കേണ്ടത് ഏത് സ്ഥാനാർത്ഥിയാണെന്ന് അടക്കമുള്ള ചർച്ചകൾ ആദ്യഘട്ടം മുതൽ ഉയർന്നതാണ്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത് മുതൽ പിന്നീട് വലിയ സമ്മർദ്ദം PV അൻവറിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. പക്ഷേ അതൊന്നും KPCC വഴങ്ങിയില്ല എന്ന് നമുക്കറിയാം. കാരണം എപ്പോഴും പറഞ്ഞിരുന്ന കാര്യം, അതായത് VS ജോയിയെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് പറഞ്ഞ കാര്യം കോൺഗ്രസ് ഒരിക്കലും അംഗീകരിച്ചില്ല. അത് ഏറ്റവും ഒടുവിൽ ആ രണ്ടു പേരുണ്ടായിരുന്നു തുടക്കത്തിൽ. പക്ഷേ ഏറ്റവും ഒടുവിൽ ഹൈക്കമാൻഡ് നൽകിയ പേര് ഒറ്റയാളുടെ പേരാണ്, ആര്യൻ ഷൗക്കത്ത്. അങ്ങനെ ആ പേരിലേക്ക് കോൺഗ്രസ് ആ നിലപാടെടുത്തത് വലിയ അഭിനന്ദനമായി പ്രവർത്തകർ കാണുന്നുണ്ടായിരുന്നു. അതായത് ഒരു സമ്മർദ്ദത്തിന് വഴങ്ങേണ്ടതില്ല, അല്ലെങ്കിൽ PV അൻവറിന് വഴങ്ങേണ്ടതില്ല എന്നൊരു തീരുമാനത്തിലേക്ക് കോൺഗ്രസ് എത്തിയതിൽ വലിയ ആഹ്ലാദത്തിലായിരുന്നു പ്രവർത്തകർ. പക്ഷേ ഇന്നലെ ആ കൂടിക്കാഴ്ച, അതായത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കൂടിക്കാഴ്ച വലിയ നാണക്കേടാണ് പാർട്ടിക്ക് ഉണ്ടാക്കിയത്. അതായത് ഏറ്റവും ഒടുവിൽ വരെ അത്തരത്തിൽ ഒരു മുന്നണി പ്രവേശനം വേണ്ട. അൻവർ ആദ്യം ചെയ്യേണ്ടത് സ്ഥാനാർത്ഥിക്ക് പിന്തുണ പ്രഖ്യാപിക്കുകയാണ്. ആര്യൻ ഷൗക്കത്തിന് പിന്തുണ പ്രഖ്യാപിച്ചാൽ പിന്നീട് ബാക്കിയെല്ലാം നോക്കാമെന്ന് ഒപ്പം നിന്ന ആളുകൾ പോലും പറയുകയാണ്. പക്ഷേ ആ ഘട്ടത്തിലൊന്നും പിന്തുണ പ്രഖ്യാപിക്കാതെ ഇരുന്ന ആളെ തള്ളുമ്പോൾ, പാർട്ടി ഒന്നാകെ തള്ളുമ്പോൾ പാർട്ടിയുടെ യുവ MLA യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാത്രി പോയി കാണുകയാണ്. അത് വലിയ വെല്ലുവിളി അല്ലെങ്കിൽ ഒരു നാണക്കേടിലേക്ക് പാർട്ടിയെ കൊണ്ടെത്തിച്ചു. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമാണ് VD സതീശിന്റെ പ്രതികരണം. ശാസിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ മയപ്പെടുത്തിയാണ് ബാക്കിയുള്ള നേതാക്കളെല്ലാം, പ്രത്യേകിച്ച് K മുരളീധരന്റെ പ്രതികരണം അത് വ്യക്തിപരമായ സന്ദർശനമാണ്. അടൂർ പ്രകാശ് അങ്ങനെ പറയുന്നു. അങ്ങനെ പ്രധാനപ്പെട്ട ഷാഫി പറമ്പിൽ ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്നത് വ്യക്തിപരമായ സന്ദർശനം മാത്രമാണ്, അത് പാർട്ടി ആലോചിച്ചിട്ടില്ല, അങ്ങനെ ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞ് ഒഴിയുകയാണ് ചെയ്യുന്നത്. പക്ഷേ അത് വലിയ നാണക്കേടിലേക്ക് പാർട്ടിയെ എത്തിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് അവിടെ ആര്യൻ ഷൗക്കത്തിനെ സ്ഥാനാർത്ഥിയായി തുടക്കത്തിലേക്ക് പ്രഖ്യാപിച്ച ഒരു മുഴം മുമ്പേ എറിഞ്ഞ്, അല്ലെങ്കിൽ കുറച്ച് മുമ്പിലേക്ക് ആ സ്ഥാനാർത്ഥി എത്തിച്ച് വലിയ പ്രചാരണവും സർക്കാരിനെതിരെ നീക്കം നടത്തുമ്പോഴാണ് പാർട്ടിയുടെ തന്നെ പ്രധാനപ്പെട്ട യുവ MLA ആണെങ്കിൽ പോലും ചെറിയ കുട്ടിയാണ് എന്നൊക്കെയാണ് ചില നേതാക്കളൊക്കെ പറയുന്നത്. പക്ഷെ അങ്ങനെയാണെങ്കിൽ പോലും പാർട്ടിയുടെ പ്രധാനപ്പെട്ട ഒരാളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. ആ രാഹുൽ മാങ്കൂട്ടൻ സന്ദർശനത്തെ വലിയ രാഷ്ട്രീയ ആയുധമാക്കുകയാണ് LDF ചെയ്തിട്ടുള്ളത്. എന്തായാലും അടിക്കാൻ ഒരു വടി കൊടുത്തു LDF-ന് എന്നുള്ളതാണ്. അത് തന്നെയാണ് LDF-ന് UDF-നെ അടിക്കാൻ കൃത്യമായ സമയത്ത് ഒരു വടി കിട്ടിയ അവസ്ഥ തന്നെയാണ് UDF-ന് ഉണ്ടായിരിക്കുന്നത്. എന്തായാലും കൂടിക്കാഴ്ചയെ ശക്തമായി എതിർക്കുന്നത് ഇപ്പോഴും VD സതീശൻ മാത്രമാണ് എന്നത് കൂടി കാണണം. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിന്റെ ഫലം VD സതീശന് തന്നെയാണ് ഏറ്റവും നിർണായകമാകുന്നത്.